തുടങ്ങാം. എബ്രായ ലേഖനത്തിന്റെ പഠനമാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് താല്പര്യപ്പെടുന്നത്. ഈ എബ്രായ ലേഖനം എന്ന് പറയുന്നത് AD 67 കൂടി അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ടിരിക്കുന്ന ലേഖനമാണ് എന്ന് പൊതുവെ വിശ്വസിച്ചു പോരുന്നു. ഈ എബ്രായ ലേഖനം എഴുതാനുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, കാരണം എന്ന് പറയുന്നത്, ഇത് പലസ്തീനിലുള്ള പാരമ്പര്യ യഹൂദ ജാതികളിൽ നിന്നും യേശു ക്രിസ്തുവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് ക്രിസ്ത്യാനികളായി തീർന്ന യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. പലസ്തീനിലുള്ള യഹൂദ ക്രിസ്ത്യാനികൾ മറ്റ് സ്ഥലങ്ങളിലുള്ള ക്രിസ്ത്യാനികളെക്കാൾ വളരെ അധികമായി ആ കാലത്ത് പീഡിപ്പിക്കപ്പെട്ടിരുന്നു. യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളായി തീരുക എന്ന് പറയുന്നത് തന്നെ വളരെ ശ്രമകരമായ കാര്യമായിരുന്നു. അങ്ങനെ വന്നവർ യഹൂദ മതാനുസാരികളാൽ വളരെയധികം പീഡിപ്പിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിലാണ് അവരെ പ്രബോധിപ്പിക്കുന്നതിന് വേണ്ടിയും അവരുടെ സ്ഥിരീകരണത്തിന് വേണ്ടിയും അവരെ ധൈര്യപ്പെടുത്തുന്നതിന് വേണ്ടിയും എല്ലാമാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. പലസ്തീൻ നാട്ടിൽ ഉള്ള ക്രിസ്ത്യാനികൾ, വിശേഷിച്ച് യഹൂദന്മാരിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ചവർ, മറ്റു രാജ്യങ്ങളിലുള്ളവരെക്കാൾ അധികമായി പീഡിപ്പിക്കപ്പെടുന്നവരായിരുന്നു. അതിന്റെ കാരണം അവിടെ ശലോമോനാൽ നിർമ്മിക്കപ്പെട്ടിരുന്ന ദേവാലയം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടെ അവിടെ നിലനിന്നിരുന്നു. നമുക്കറിയാം AD 70 കൂടിയാണ് ദേവാലയം നശിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ആ ദേവാലയം AD 67 കാലഘട്ടങ്ങളിൽ വളരെ പ്രൗഢിയോടുകൂടി തന്നെ അത് നിലനിന്നിരുന്നു. ഇത് മാത്രമല്ല, ഈ ദേവാലയത്തിൽ സന്ധ്യായാഗങ്ങള്, പ്രഭാത യാഗങ്ങള്, ഇതെല്ലാം അതിന്റെ മുറ പോലെ നടക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, യഹൂദ മത ആചാരങ്ങൾ വളരെ വളരെ ശക്തിയോടുകൂടെ വളരെ കൃത്യമായി ആ സ്ഥലത്ത് പാലിക്കപ്പെടുന്നുണ്ടായിരുന്നു. ന്യായപ്രമാണം ചോദ്യം ചെയ്യാതെ തന്നെ അത് ആചരിക്കപ്പെടുന്നുണ്ടായിരുന്നു. ദൈവത്തിൽ നിന്നുള്ള നിയമദാതാവ് എന്നുള്ള നിലയ്ക്ക് മോശയെ അവർ ദൈവത്തിന്റെ നിയമത്തിന്റെ മധ്യസ്ഥനായി അവർ അംഗീകരിക്കപ്പെട്ട് പിതാക്കന്മാർ മുതൽ അങ്ങനെ ചെയ്തു വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം ഈ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്ന യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളായി തീർന്ന പീഡനം അനുഭവിക്കുന്നവർക്ക് ആ ക്രിസ്തുമതം വിട്ടിട്ട് യഹൂദ പശ്ചാത്തലത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകാൻ മറ്റ് സ്ഥലങ്ങളിലുള്ള ക്രിസ്ത്യാനികളെക്കാൾ അധികമായ ഒരു താല്പര്യമുണ്ടായി. കാരണം അവർ മറ്റുള്ളവരെക്കാൾ അധികമായി പീഡിപ്പിക്കപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ ശക്തമായ ഒരു സംവിധാനം, ഒരു മത സംവിധാനം അവിടെ ഇവരുടെ കണ്ണിന് മുമ്പിൽ തന്നെ നിലനിൽക്കെ അതിൽ നിന്ന് ക്രിസ്ത്യാനികളായി തീർന്നത് കൊണ്ട് ഇവര് പീഡനം അനുഭവിക്കേണ്ടി വരുന്നത് കൊണ്ടും എവിടെ നിന്ന് അവര് വന്നോ അവിടേക്ക് തന്നെ മടങ്ങിപ്പോകാനുള്ള വലിയൊരു താല്പര്യം ഇവരുടെ ഹൃദയത്തിൽ വന്നു. അതവരുടെ പ്രവൃത്തിഭാഗത്തിലേക്കും വരാൻ തുടങ്ങി. ഇവര് വന്ന സ്ഥലം എന്ന് പറയുന്നത് നമുക്കറിയാം, യാതൊരു പൈതൃകവും അവകാശപ്പെടാൻ ഇല്ലാത്ത ക്രിസ്തു മതത്തിലേക്കാണ് ഇവർ വന്നത്. ഒരു പൈതൃകവും അവകാശപ്പെടാനില്ല എന്ന് മാത്രമല്ല, ആ ക്രിസ്തു മതത്തിൽ ഉള്ളവരാരും
അന്നത്തെ സമൂഹ വ്യവസ്ഥിതി പ്രകാരം ഉന്നതന്മാരായിട്ടുള്ള ആരുമില്ല. ഒരു കേവല സാധാരണക്കാരും അല്ലെങ്കിൽ സാധാരണക്കാരെക്കാൾ സാധാരണക്കാരുമാണ് മഹാഭൂരിപക്ഷവും ഇതിനകത്ത് വന്നിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഈ ക്രിസ്തുമതത്തിന്റെ ഉപജ്ഞാതാവ് അല്ല, ക്രിസ്തുമതത്തിന്റെ മുന്നോടി എന്ന് പറയുന്നത് അവരുടെ യഹൂദന്മാരുടെ കാഴ്ചപ്രകാരം നസ്രയത്തുകാരനായ യേശു എന്ന ഒരുവനാണ്. ആ യേശുവിൻ്റെ ചരിത്രം അവരുടെ ദൃഷ്ടിയിൽ യേശു ഒരു മരപ്പണിക്കാരൻ്റെ വീട്ടിൽ ജനിച്ച, വിദ്യാഭ്യാസം അധികം ചെയ്യാതിരുന്ന ഒരു സാധാരണ മനുഷ്യനാണ് യേശു. അപ്പൊ ആ യേശുവാണ് ഈ ക്രിസ്തുമതത്തിന്റെ മുന്നോടിയായിരിക്കുന്നത്. ആ യേശുവാണ്. അതുകൊണ്ട് തന്നെ വളരെ ഐശ്വര്യത്തോടു കൂടി അവരുടെ യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൽ പിതാക്കന്മാർ മുതൽ ആരാധിച്ചു വരുന്ന ഒരു ദേവാലയവും ആ ദേവാലയത്തിന്റെ സംവിധാനങ്ങളും എല്ലാം വളരെ പ്രൗഢിയോടുകൂടെ നിലനിന്നിരുന്നൊരു കാലത്ത് തങ്ങൾ എന്തിന് ഈ പീഡനം അനുഭവിച്ച് ഈ ക്രിസ്തുമതത്തിൽ നിൽക്കണം എന്നുള്ള ചിന്ത അവരുടെ ഹൃദയത്തിലുണ്ടായി. അവര് മടങ്ങി ഈ യഹൂദ മതത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകാനുള്ള താല്പര്യം ഇവരുടെ ഹൃദയത്തിൽ വന്നപ്പോൾ അത് അങ്ങനല്ല ഒരു കാര്യങ്ങള് എന്ന് വിശദീകരിച്ചുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് എഴുതുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ഇവരുടെ പിൻചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇവര് വിശ്വാസത്തിന് വേണ്ടി വളരെ പോരാട്ടം കഴിച്ചവരാണെന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഇങ്ങനെ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ എന്ന അപ്പോസ്തലൻ പൗലോസ് ഇവരെ ഓർപ്പിക്കുന്നത്. വളരെ പോരാട്ടം കഴിച്ചവരാണ് ഇവര്. എന്തിനു വേണ്ടി? ഈ ക്രിസ്തു മാർഗത്തിൽ വന്നതുകൊണ്ടും അതിൽ നിലനിൽക്കാൻ വേണ്ടിയും വളരെ പോരാട്ടം കഴിച്ചവരാണ്. അങ്ങനെ പൂർവ്വകാലവർക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇവര് സ്വർഗത്തിൽ തങ്ങൾക്ക് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ഉണ്ട് എന്ന ആ അറിവ് നിമിത്തം, ആ ബോധ്യ നിമിത്തം, ആ അറിവ് നിമിത്തം അവര് ഈ ഭൂമിയിലുള്ള അവരുടെ സമ്പത്തിന്റെ അപകാരം അവർ സന്തോഷത്തോടെ സഹിച്ചവരായിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും പല പ്രയാസങ്ങൾ കൂടെയാണ് അവർ ക്രിസ്തുമതം സ്വീകരിച്ച് ഇതിലിപ്പം നിലനിൽക്കുന്നത്. എന്നാൽ ഇപ്പോ ഈ പോരാട്ടം കഴിച്ച് ഇതിൽ വന്ന കാര്യം, നിലനിൽക്കുന്ന കാര്യവും അത് മാത്രമല്ല വളരെ പ്രതിഫലം സ്വർഗത്തിലുണ്ട് എന്ന ഉത്തമ വിശ്വാസത്തിൽ ഇവരുടെ ഈ ലോകത്തിലെ സമ്പത്തിന്റെ അപകാരം സന്തോഷത്തോടെ സഹിച്ചവർ ഇപ്പൊ അവരങ്ങനെ ആയിരിക്കുന്നില്ല. ഇപ്പോൾ അവരായിരിക്കുന്നത് വളരെ പരിതാപകരമായ ഒരു ആത്മീയ അവസ്ഥയിൽ ഇപ്പോൾ അവരായിരിക്കുന്നത്. അതിൽ പല കാര്യങ്ങളിൽ 1-2 കാര്യങ്ങൾ, 2-3 കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചിന്തിക്കാം. അത് ഒന്നാമത്, ഇവര് യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം വളരെ ശക്തമായ ഒരു അടിസ്ഥാനം അവരിട്ടു. പക്ഷെ ആ അടിസ്ഥാനത്തിന്റെ മേലെ യാതൊരു പണിയും അവർ ചെയ്തിട്ടില്ല. അതാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ഉത്സാഹിക്കുക. അങ്ങനെ ഒരു പരിജ്ഞാന പൂർത്തിയിലേക്ക് ഇവർ ഇതുവരെ വന്നിട്ടില്ല. നല്ല അടിസ്ഥാനം അവരിട്ടവരാ, പക്ഷെ അതിന്റെ മുകളിലേക്കുള്ള യാതൊരു പണിയും ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇവർ വളരെ താല്പര്യത്തോടെ ദൈവവചനം അനുസരിച്ചവരാ. പക്ഷെ ഇപ്പോ ഈ ദൈവവചനത്തോട് അവർക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വളരെ പറയാനുണ്ട്, എന്നാൽ നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് ഇത് തെളിയിച്ചു തരാൻ പ്രയാസമാണ്, വിഷമമാണ്. അപ്പോസ്തലൻ പൗലോസ് പറയാനുള്ള കാരണം ദൈവവചനത്തെ കുറിച്ച് അവർക്ക് താല്പര്യമില്ലാതായി. അത് മാത്രമല്ല, സഭായോഗങ്ങളെ ഇവർ ഉപേക്ഷയായിട്ട് വിചാരിക്കുന്നു. സഭായോഗം, അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് എഴുതേണ്ടി വന്നത്, ചിലർ ചെയ്യുന്ന പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. അത് മാത്രമല്ല, ഇവര് വളരെ സൽപ്രവർത്തികൾ ചെയ്യുന്നവരായിരുന്നു. ഇവർ അതിസൽക്കാരം ആചരിക്കുന്നവരായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വിമുഖരായി പുറകോട്ട് ഇവർ പോയിരിക്കുന്നു എന്ന് നമ്മുടെ ആ മുന്നോട്ടുള്ള പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇത് AD 67 പലസ്തീൻ നാട്ടിലുള്ള ഉണ്ടായിരുന്ന കേവലം ഒരു യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളായി തീർന്ന് യേശുവിന്റെ മാർഗത്തിൽ വന്നവരെ കുറിച്ച് മാത്രമുള്ള ഒരു കാര്യമായിട്ട് നാം ചിന്തിക്കരുത്. ഇത് ഇന്ന് ഉള്ള ക്രിസ്തീയ സഭകളുടെയും ഒട്ടുമിക്ക ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്നവരുടെയും അവസ്ഥ ഏതാണ്ട് ഈ പരുവത്തിൽ ആയി കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു കാലത്ത് വളരെ പോരാട്ടം കഴിച്ചവരായിരുന്നു ഈ മാർഗത്തിന് വേണ്ടി. ഒരു കാലത്ത് സമ്പത്തിന്റെ അപകാരം സന്തോഷത്തോടെ സഹിച്ചവരായിരുന്നു. അല്ലെങ്കിൽ ഏത് പ്രയാസങ്ങളിലും സ്വർഗത്തിൽ ഒരു പ്രതിഫലമുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ആ പ്രയാസത്തെ സന്തോഷത്തോടെ സഹിച്ചവരായിരുന്നു. ഒരു സഭായോഗം മുടക്കുക എന്ന് പറഞ്ഞാൽ, പോകാതിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വളരെ അവർക്ക് മാനസികമായിട്ട് ഒരു സഭായോഗത്തിന് പോകാതിരുന്നാൽ വളരെ പ്രയാസം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം അതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമായിട്ട് പലർക്കും തോന്നുന്നില്ല. ദൈവദിനം കേൾക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മുഷിപ്പുള്ളൊരു കാര്യം. പലരെ സംബന്ധിച്ചും ദൈവമക്കളെന്ന് അവരിൽ പോലും അനേകർക്ക് ദൈവദിനത്തിനോട് വളരെ മടുപ്പ് തോന്നിയിരിക്കും. അത് വായിക്കുക, കേൾക്കുക എന്നൊക്കെ പറയുന്നത് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൊരു അവസ്ഥയല്ല പലരും ആയിരിക്കുന്നത്. ദൈവ സ്നേഹം, സഹോദരന്മാർ തമ്മിലുള്ള ഐക്യവും സ്നേഹവും എത്രയോ നഷ്ടപ്പെട്ട് കുറഞ്ഞു പോയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ വളരെ പോരാട്ടം കഴിച്ച ഒരു പൂർവ്വകാലം ഉണ്ടെങ്കിലും, ഇങ്ങനെ പ്രയാസപ്പെട്ട ഒരു പൂർവ്വകാലം ഉണ്ട് എന്ന വസ്തുത സത്യമാണ്. എങ്കിലും ഇപ്പം അങ്ങനെ ആയിരിക്കുന്നില്ല. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് അവരോട് പറയുന്നു, നിങ്ങൾ കേട്ടത് അതിന് ശ്രദ്ധയോടെ കരുതണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഒഴുകിപ്പോകും. ഇങ്ങനെയുള്ള പല പ്രബോധനങ്ങളും അവർ കൊടുക്കുന്ന നമുക്ക് മുന്നോട്ടുള്ള പഠനങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ദൈവം നമ്മളെ ഈ എബ്രായ ലേഖനം പഠിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. ദൈവം നമ്മുടെ ബുദ്ധിയെ തുറക്കട്ടെ. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനം വേണ്ടതുപോലെ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരേ ഒരു അധ്യാപകൻ മാത്രമേ ഉള്ളൂ. അത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ ദൈവത്തിന്റെ വചനത്തെ അതിൻ്റെതായ തെളിമയോടെ, പൂർണ്ണതയോടെ ഏത് മനുഷ്യന്റെയും ഹൃദയത്തിൽ എഴുതി കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ അതിനുവേണ്ടി ഒരുക്കട്ടെ എന്ന ആശംസയോടുകൂടി നമുക്ക് ഈ എബ്രായ ലേഖനത്തിലേക്ക് കടക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. അതിന്റെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ദൈവം പണ്ട് ഭാഗമായും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. ഈ എബ്രായരോട് പിതാക്കന്മാരെന്ന് പറയുമ്പോൾ ഒരു വിശദീകരണം കൂടാതെ അവർക്കറിയാം, എബ്രായ ക്രിസ്ത്യാനികൾ എന്ന് മാത്രമല്ല എല്ലാ യഹൂദന്മാരോടും അവരുടെ പിതാക്കന്മാർ ആരാണെന്ന് ചോദിച്ചാൽ അവര് ഒരു തടവുമില്ലാതെ, ഒരു സന്ദേഹമില്ലാതെ അവർ പറയും അബ്രഹാം, ഇസാക്ക്, യാക്കോബ്. ഇതാണ് അവരുടെ പിതാക്കന്മാര്. അത് വസ്തുതയാണ്. അത്യുന്നതനായ ദൈവം പോലും പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കളോട് ഞാൻ എന്തെന്നാ പറയേണ്ടത്, ആര് അയച്ചെന്നാ പറയേണ്ടതെന്ന് ചോദിക്കുന്ന ആ ഭാഗത്ത് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് എന്ന് ദൈവം പോലും സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ദൈവം പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. എന്നാൽ ദൈവം പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തതിന് മുൻപ് തന്നെ ദൈവം പ്രവാചകന്മാർ മുഖാന്തരം അല്ലാതെ ദൈവം നേരിട്ട് ഇടപെട്ടിരുന്ന സന്ദർഭത്തെ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തില് ആദ്യ മനുഷ്യന്റെ ആദാം പാപം ചെയ്ത് കഴിഞ്ഞപ്പോ
അന്ന് പ്രവാചകന്മാരെല്ലാം മറ്റു മനുഷ്യരാരുമില്ല. ഈ സന്ദർഭത്തിൽ ദൈവം ആദാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ആദാമിനോട് പറയുന്നു, പാപം ചെയ്ത ആദാമിനെയും ഹവ്വായെയും ദൈവം ശപിക്കുന്നില്ല. കാരണം ദൈവം അവരെ പാപം ചെയ്തതിന് മുൻപ് ദൈവം അവരെ അനുഗ്രഹിച്ചതാണ്. അപ്പൊ ദൈവം കാലോചിതമായോ സംഭവോചിതമായോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമല്ല. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനെ ശപിച്ചു എന്ന് ഞാൻ പലവട്ടം പലരും പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അത് വസ്തുതയല്ല. ദൈവത്തിന്റെ വചനത്തിൽ മനുഷ്യനെ ദൈവം ശപിച്ചതായിട്ട് ഒരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാം പാപം ചെയ്തപ്പം മനുഷ്യനെ ശപിച്ചു എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നാൽ ദൈവം പാപിനെ ശപിച്ചു, ഭൂമിയെ ശപിച്ചു. ഭൂമിയെ ശപിച്ച ശാപം ഇങ്ങനെയായിരുന്നു: മുള്ളും ഞെരിഞ്ഞിലും നിന്നിൽ നിന്ന് മുളയ്ക്കും. പാമ്പിനെ ശപിച്ചത് ഇങ്ങനെയായിരുന്നു: നീ ഉരസുകൊണ്ട് ഗമിക്കും, നിലത്തെ പൊടി നിന്റെ ആഹാരമായിരിക്കും. പാപം ചെയ്ത ആദാമിനെ ദൈവം ശിക്ഷിച്ചു, ഹവ്വായെ ശിക്ഷിച്ചു. എന്നാൽ ദൈവരെ ശപിച്ചിട്ടില്ല. എന്നാൽ ആ ഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യം, ദൈവം ആദ്യമേ ആദാമിനോട് പറയുന്നു, സർപ്പത്തിന്റെ തല സ്ത്രീയുടെ സന്തതി ഞാൻ തകർക്കപ്പെടും. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പിതാവായ ദൈവത്തിന്റെ ആദാമിനോട് പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, പണ്ട് ദൈവം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തതിന് മുൻപ് തന്നെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള പ്രത്യക്ഷതയെക്കുറിച്ചും കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും ആദ്യമനുഷ്യനായ ആദാമിനോട് ദൈവം പറഞ്ഞിരുന്നു. അതിലൊരു കാര്യമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ആ സ്ത്രീയുടെ സന്തതി കർത്താവ് യേശു ക്രിസ്തു ആണ്. നമുക്കറിയാം, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് സ്ത്രീയുടെ സന്തതിയായിട്ടാണ്. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായിട്ട് അയച്ചത് എന്നൊരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിനെ ദൈവം സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായിട്ട് ഈ ഭൂമിയിൽ അയച്ചു. അതവനോട് പറഞ്ഞത്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്നാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നാം നോക്കിയാൽ, യഹൂദന്മാരുടെ ദൃഷ്ടിയിലും ലോകത്തിന്റെ ദൃഷ്ടിയിലും ആ ക്രൂശ് ഒരു പരാജയമാണെന്ന് ഒരു പക്ഷേ ചിന്തിച്ചേക്കാം. എന്നാൽ നാം ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നു, ആ ക്രൂശിലാണ് ദൈവം പിശാചിനെ, അവന്റെ ദൂതന്മാരെ സർവ്വ ആയുധവർഗം വെപ്പിച്ച് അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയത് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലാണ് എന്ന് നാം വളരെ വ്യക്തതയോടെ നമുക്ക് ഗ്രഹിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ ആ ആദിമനുഷ്യനോട് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് യേശു ക്രിസ്തു പിശാചിന്റെ തലയെ ആ ക്രൂശിൽ തകർക്കുവാനിടയായി. അപ്പൊ ഞാൻ പറഞ്ഞത്, പിതാക്കന്മാരോട് ദൈവം അരുളി ചെയ്തായിരുന്നു, പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാർ അരുളി ചെയ്തു. അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, ഇങ്ങനെയുള്ള പിതാക്കന്മാരോട്, യഹൂദന്മാരുടെ പിതാക്കന്മാരോട് ദൈവം അരുളി ചെയ്തായിരുന്നു. ആ അരുളി ചെയ്തത് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. അപ്പോസ്തലൻ പൗലോസ് എഴുതിയിരിക്കുന്നു, പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. ആ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതിന് മുൻപ് തന്നെ ദൈവം ആദിമനുഷ്യനായ ആദാമിനോടും അതിനുശേഷം ഇസ്രായേൽ യഹൂദന്മാരുടെ പിതാവായ അബ്രഹാമിനോടും ദൈവം വാഗ്ദത്തം ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തത്, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള വാഗ്ദത്തം ദൈവം അബ്രഹാമിന് കൊടുത്തു.
നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള വാഗ്ദത്തം ദൈവം അബ്രഹാമിന് കൊടുത്തു. അപ്പൊ ഇങ്ങനെ വാഗ്ദത്തം ലഭിച്ച അബ്രഹാമും ആ ഇസാക്കും യാക്കോബും അവരുടെ അനന്തര പരമ്പരകളും അവരെ ദൈവം ആ പിതാക്കന്മാരിൽ നിന്ന് ജനിച്ച അനന്തര സന്തതി പരമ്പരകളെയും ദൈവം കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ വിട്ട് അവരോട് ഉപദേശിക്കുകയുണ്ടായി. അവർക്ക് ആദ്യമേ ദൈവം കൊടുത്ത ന്യായപ്രമാണം ഏൽപ്പിക്കപ്പെട്ട മോശ ഒരു പ്രവാചകനായിരുന്നു. അതുകൊണ്ട് തന്നെ മോശ പറയുന്നു, എന്നെ പോലുള്ള ഒരു പ്രവാചകനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ദൈവം എഴുന്നേൽപ്പിക്കും. അപ്പൊ മോശ മുഖാന്തരം ന്യായപ്രമാണം ലഭിച്ചവർക്ക് നമുക്ക് ഇങ്ങനെ പറയാം, പിതാക്കന്മാർക്ക് ദൈവം അരുളി ചെയ്തത് ഈ പ്രവാചകന്മാർ മുഖാന്തരമായിരുന്നു. ആ പ്രവാചകന്മാർ മുഖാന്തരം ദൈവം പിതാക്കന്മാർ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് പറഞ്ഞ കാര്യം ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് യേശുക്രിസ്തുവിന് വഴിയൊരുക്കുന്ന യോഹന്നാൻ യേശുക്രിസ്തുവിന് മുന്നോടിയായി മാനസാന്തര പ്രസംഗം നടത്തി മാനസാന്തര സ്നാനം കഴിപ്പിച്ചിരുന്നു. എന്നാൽ യോഹന്നാൻ തടവിലായി എന്ന് യേശു കേട്ടപ്പോൾ യേശു ചെയ്ത കാര്യം, യോഹന്നാൻ പറഞ്ഞ അതേ കാര്യം യോഹന്നാൻ പറഞ്ഞ പോലെ തന്നെ പറയുണ്ടായി. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഈ പിതാക്കന്മാരോട് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ വാക്യം വായിക്കുന്നു, മൂന്നാമത്തെ വാക്യം വായിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവനെ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ചു. ആരെ? ഈ പുത്രനെ ദൈവം സകലത്തിനും അവകാശിയാക്കി വെച്ചു. ദൈവത്തിന്റെ സകല അവകാശങ്ങൾക്കും ഈ യേശു ക്രിസ്തു മാത്രമാണ് അവകാശിയായിരിക്കുന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിനും അവകാശിയായിരിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവാണ്. സ്വർഗത്തിലെ എല്ലാ സമ്പത്തിന്റെയും ഉടമസ്ഥൻ അവകാശി കർത്താവ് യേശു ക്രിസ്തുവാണ്. അപ്പൊ ഈ സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾക്കും അവകാശിയായിരിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ് അവകാശിയായിരിക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കും നമ്മൾ എങ്ങനെ അവകാശിയായിത്തീരും? സ്വർഗത്തിലെ എല്ലാ അവകാശവും യേശുവിന് മാത്രമുള്ളതാണല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ അവകാശം കിട്ടും? യേശു ക്രിസ്തുവിലുള്ള അവകാശം നമുക്ക് ലഭിക്കുന്നത് ആരെല്ലാം യേശു ക്രിസ്തുവിൽ ആയിത്തീരുന്നുവോ അവർക്കെല്ലാവർക്കും ആ സ്വർഗീയ അവകാശത്തിന്റെ ഓഹരിക്കാരായി യേശു ക്രിസ്തു മുഖാന്തരം അവർ തീരുന്നു. അപ്പൊ ക്രിസ്തുവിലുള്ള എല്ലാ അവകാശങ്ങളും ക്രിസ്തുവിലുള്ള എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. ഇപ്പൊ സ്വർഗത്തിലെ എല്ലാ അവകാശങ്ങൾക്കും എല്ലാ നന്മകൾക്കും അവകാശി യേശു ക്രിസ്തുവാണ്. ഇതിന്റെ ഒരു സിംബോളിക്കലായിട്ടൊരു കാര്യം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. അബ്രഹാമിന് നമ്മൾ 8 മക്കളുണ്ട്. അബ്രഹാം 8 മക്കളെ കാണുന്നു. എന്നാൽ അബ്രഹാമിന്റെ വാഗ്ദത്തം ലഭിച്ചതിന് ശേഷം അബ്രഹാമിന് ഉണ്ടാകുന്ന ഇസാക്ക്, ആ ഇസാക്കിന് ഒരു ഭാര്യ എടുക്കാൻ വേണ്ടി അബ്രഹാമിന് വിശ്വസ്ത ദാസൻ പോകുന്നു. അബ്രഹാമിന്റെ ദാസനായിരിക്കുന്ന ഏലിയാസർ പോകുന്നു. ഏലിയാസർ പോയിട്ട് ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ യജമാനന്
വാർദ്ധക്യത്തിൽ ജനിച്ച ഒരു മകനുണ്ട്. എൻ്റെ ആ യജമാനന്റെ എല്ലാ സ്വത്തിനും ഈ ഇസാക്കാണ് അവകാശി. ദൈവത്തിന് വചനം നാം പഠിക്കുമ്പോൾ കാണുന്ന കാര്യം, അബ്രഹാമിന്റെ മറ്റു മക്കൾക്കും അബ്രഹാം ദാനങ്ങളെ കൊടുത്തായിരുന്നു. എല്ലാ മക്കൾക്കും അബ്രഹാം ദാനങ്ങളെ കൊടുത്തു. എന്നാൽ അബ്രഹാമിന്റെ എല്ലാ സ്വത്തിന്റെയും അവകാശം കൊടുത്തത് ഇസാക്ക് എന്ന ഏകനാണ്, ഒരുത്തിന് മാത്രം കൊടുത്തത്. ഈ ഒരു കാര്യം നമ്മളെ കാണിക്കുന്ന ഒരു സത്യം, സ്വർഗത്തിലെ എല്ലാ ആത്മീക അവകാശങ്ങൾക്കും അധികാരിയായിരിക്കുന്നത് ഈ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. അപ്പൊ ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ ഇവിടെ നമ്മൾ വായിക്കുന്നു, അവനെ ദൈവം അധികാരിയാക്കി വെച്ചു, സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ലോകത്തെ സൃഷ്ടിച്ചത് കർത്താവ് യേശു ക്രിസ്തുവാണ്. നമ്മൾ ദൈവത്തിന്റെ വായിക്കുന്നു, ദൃശ്യമായതും അദൃശ്യമായതും, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവനായും സൃഷ്ടിക്കപ്പെട്ടു. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരമാണ് ഈ സകല പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും, വസ്തുക്കൾ എന്ന് പറയുന്നത് നമുക്ക് കണ്ണിന് കാണാൻ കഴിയാത്തത്, ദൃശ്യമായതും അദൃശ്യമായതും എന്നെഴുതി. നമുക്ക് കാഴ്ചക്ക് കാണാൻ കഴിയാത്ത അനേക വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. നമ്മുടെ കണ്ണിന്റെ കാഴ്ചകളുടെ അവസ്ഥയൊക്കെ നമുക്കറിയാമല്ലോ. നമ്മുടെ കണ്ണിന് ഇത്ര ഒരു സെക്കൻഡില് ഇത്ര ഫ്രീക്വൻസി കൂടുതൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, കേൾക്കാൻ പറ്റത്തില്ല, ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത, ചെവിക്ക് കേൾക്കാൻ പറ്റാത്ത ശബ്ദങ്ങളുണ്ട്, കണ്ണിന് കാണാൻ പറ്റാത്ത വസ്തുക്കളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സകലതും യേശു ക്രിസ്തു മുഖാന്തരം, അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവനായിക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു. ലോകത്തെ സൃഷ്ടിച്ചത് യേശു ക്രിസ്തുവാണ്. നമ്മുടെ ലോകത്തിലുള്ള ഒരു മതവിഭാഗം പഠിപ്പിക്കുന്നത്, ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്ന ഒരു മതവിഭാഗം പഠിപ്പിക്കുന്നുണ്ട്, യേശു ക്രിസ്തു ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. യേശു ക്രിസ്തു ദൈവത്തിന്റെ സൃഷ്ടിയല്ല, യേശു ക്രിസ്തു സൃഷ്ടാവാണ്. സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ലോകവും അവൻ, ഇവിടെ അങ്ങനെ നമ്മൾ വായിക്കുന്നത്, ലോകവും അവൻ മുഖാന്തരം ഉണ്ടാക്കി. അവൻ, അടുത്ത വാക്യം, മൂന്നാമത്തെ വാക്യം വായിക്കുന്നത്, അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും. അപ്പോ ഇവിടെ നമ്മൾ മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അവന്റെ തേജസ്സിന്റെ പ്രഭ. അവന്റെ തേജസ് എന്ന് പറയുമ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയാണ്. ആ പിതാവായ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭ മാത്രമല്ല, അവന്റെ തത്വത്തിന്റെ മുദ്രയാണ്. തത്വത്തിന്റെ മുദ്ര എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ ചിലപ്പോൾ ഇച്ചിരി മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. തത്വത്തിന്റെ മുദ്ര എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രതിരൂപം എന്നാണ് അതിന്റെ അർത്ഥം. അവന്റെ യഥാർത്ഥ പ്രതിരൂപമാണ്. ആരുടെ? യേശു ക്രിസ്തു ദൈവത്തിന്റെ യഥാർത്ഥ പ്രതിരൂപമാണ്. അവന്റെ തേജസ്സിന്റെ പ്രഭയാണ്. യേശു ക്രിസ്തു ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയാണ്. യേശു ക്രിസ്തു ദൈവതേജസ്സിന്റെ പ്രഭയാണ്, തത്വത്തിന്റെ മുദ്രയാണ്, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ പൂർണ്ണ രൂപമാണ് യേശു ക്രിസ്തു. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാര് പറഞ്ഞു, ഞങ്ങൾക്ക് പിതാവിനെ കാണിക്കണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണുവാൻ കഴിയാത്തവനാണെന്നും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണെന്നും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണുവാൻ കഴിയാത്തവനുമാണെന്നും വിശ്വസിച്ച് പറയുന്നു. കാരണം ദൈവം ആത്മാവാണ്. ആത്മാവിനെ ഒരു മനുഷ്യന് കാണാൻ കഴിയത്തില്ല. ദൈവം ആത്മാവായിരിക്കുന്നത് കൊണ്ട് ആത്മാവിന് മാത്രമേ ദൈവത്തെ കാണാൻ കഴിയൂ. മാംസമായ
കണ്ണുള്ള മനുഷ്യന് ദൈവത്തെ മാംസമായി കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. അതുകൊണ്ട് മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത ഈ ദൈവത്തെ മനുഷ്യന് കാണത്തക്ക രീതിയിൽ അവതരിപ്പിച്ചത് ഈ ദൈവം എന്താണ് എന്ന് ഈ ലോകത്തില് മനുഷ്യന് കാണിച്ചു കൊടുത്ത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. അവൻ ദൈവത്തിന്റെ പ്രതിരൂപമാണ്, തത്വത്തിന്റെ മുദ്രയാണ്, ദൈവത്തിന്റെ സമ്പൂർണ്ണ പ്രതിരൂപമാണ്, സമ്പൂർണ്ണ രൂപമാണ്, പ്രതിരൂപമല്ല സമ്പൂർണ്ണ രൂപമാണ്. അപ്പോ നമുക്ക് ഈ നാലാം വാക്യം മുതൽ 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം മുതൽ ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ.